Hello everyone, welcome to Disha YouTube channel. അപ്പോൾ നമ്മുടെ NTPCയുടെ ഡീറ്റെയിൽഡ് സിലബസിനെ കുറിച്ചിട്ട് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ NTPCയുടെ ഷോർട്ട് നോട്ടീസ് വന്നിരുന്നു. NTPCയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇനി വരാൻ പോകുന്ന ഡേയ്സിൽ വരുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. 13-14 ദിവസങ്ങളിൽ വരുമെന്നാണ് അവർ ഒഫീഷ്യലി അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. എന്തായാലും നോട്ടീസ് ഉടനെ തന്നെ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം സിലബസ് ഒക്കെ മനസ്സിലാക്കി പഠിച്ചു തുടങ്ങുക എന്നുള്ള കാര്യം തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. എക്സാം കണ്ടക്ടിങ് ബോർഡിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കീഴിൽ വരുന്ന നോൺ ടെക്നിക്കൽ പോസ്റ്റാണ് NTPC എന്ന് പറയുന്നത്. അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനും അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനും ഇത് വരുന്നുണ്ട്. +2 കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം, അതുപോലെ ഡിഗ്രി കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വാക്കൻസീസ് 11,558 എന്നുള്ള ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. 11,000+ വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അത്രയും കാര്യം അവിടെ നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി എങ്ങനെയാണ് നമുക്കറിയാം, പാറ്റേൺ എന്ന് പറയുന്നത് CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, 2 ടയർ എക്സാമിനേഷനാണ് നമുക്ക് വരുന്നത്. CBT കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഫസ്റ്റ് ലെവലും ഉണ്ട്, അതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ സെക്കൻഡ് ലെവലും ഉണ്ട്. ഈ 2 എക്സാമിനേഷനും നമ്മൾ ക്വാളിഫൈ ആയാൽ നമുക്ക് അടുത്ത് വരുന്ന സ്കിൽ ടെസ്റ്റ്, അതായത് ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന സംഭവം പാസ്സായി കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിയുമ്പോഴേ നമുക്ക് എന്താവത്തുള്ളൂ, ജോലി നമ്മുടെ കയ്യിൽ ആവത്തുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഏതൊക്കെ സെക്ഷനാണ് നിങ്ങൾ പഠിക്കേണ്ടത്, കാരണം അത്യാവശ്യം നല്ല ടൈം തന്നെ നിങ്ങൾക്ക് വരുമെന്നുള്ള കാര്യം ആലോചിക്കുക. എക്സ്പെക്റ്റഡ് ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണം, ഇനിയും നമുക്ക് എന്താണ് നല്ല ടൈം ഉണ്ട് നിങ്ങൾക്ക്. ശരിക്കും പറഞ്ഞാൽ റെയിൽവേ കുറച്ച് ലാഗാണ്, അതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ റെയിൽവേ ഇങ്ങനെ ലാഗ് അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് അവസരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാനുള്ള ടൈം അത്രത്തോളം നിങ്ങൾക്ക് കിട്ടുകയാണെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ALP തൊട്ടുള്ള എക്സാമിനേഷൻസ് നടക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് എന്ത് വരത്തുള്ളൂ, NTPC വരുവുള്ളൂ. മാക്സിമം നിങ്ങൾക്ക് ഒരു 6 months ടൈം എങ്കിലും നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ പോട്ടെ ഒരു 4 monthsനെക്കാളും കൂടുതൽ ടൈം കിട്ടുമെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെക്ഷനൊക്കെ കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ സിലബസ് അറിഞ്ഞ് ഇപ്പോഴേ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പം സെക്ഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ആകെ 3 സബ്ജക്റ്റാണ് നമുക്കിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. റെയിൽവേയുടെ 3 സബ്ജക്റ്റുകൾ മെയിൻ ഏതൊക്കെയാണ്, മാത്സ്, റീസണിങ്, GK. ഈ GK എന്ന് പറയുമ്പോൾ എന്തും കൂടെ ഉണ്ടാണ്, നമുക്ക് 2 സബ്ജക്റ്റ് അവിടെ തിരിയുന്നുണ്ട്. GS എന്ന് പറയുന്ന ഒരു മെയിൻ സബ്ജക്റ്റും കൂടെ അവിടെ കയറി വരുന്നുണ്ട്. ജനറൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിങ്ങും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. GK എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജനറൽ നോളജ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അല്ല വെക്കേണ്ടത്. ഇപ്പോൾ SSC ഒക്കെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ സയൻസിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു നോർമലി പഠിക്കുന്ന പോലെ പഠിച്ചാൽ മതി. പക്ഷേ ഇവിടുത്തെ നമ്മുടെ റെയിൽവേയുടെ GK എന്ന് പറയുമ്പോൾ അവിടെ ജനറൽ സയൻസിന് കുറച്ച് പ്രാധാന്യം കൂടുതലാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. മാത്സ് എങ്ങനെയാണ്, 30 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. റീസണിങ് എങ്ങനെ, 30 ക്വസ്റ്റ്യൻ. GKക്ക് എങ്ങനെയാണ്, 40 ക്വസ്റ്റ്യൻ. അതാ പറഞ്ഞത്, GK എന്ന് പറയുമ്പോൾ GSും കൂടെ ഉണ്ട്. ചിലപ്പോൾ 20 മാർക്കിന് GKയും 20 മാർക്കിന് ജനറൽ സയൻസും ആയിരിക്കും ചോദിക്കുന്നത്. അത് കറക്റ്റിനാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, 40 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എല്ലാത്തിനും എത്ര മാർക്കേ ഉള്ളൂ, *1 മാർക്കേ ഉള്ളൂ കേട്ടോ. 1 മാർക്ക് വെച്ചിട്ട് 30 മാർക്ക് ആയിട്ടാണ് പോകുന്നത് കേട്ടോ. 40 മാർക്ക് ഇതിനും GKക്കും. അപ്പോൾ എങ്ങനെയാണ്, 100 ക്വസ്റ്റ്യന് 100 മാർക്ക് വീതമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ 100 മാർക്കിന് 100ൽ എത്ര കിട്ടണം, നിങ്ങൾക്ക് ഒരു 80 മേളിലെങ്കിൽ 80 നിങ്ങൾ സേഫ് ആയിട്ട് മേടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് CBT 2ലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയും കാര്യം നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം കേട്ടോ. മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കണം. മാത്സിലൊക്കെ നല്ല ഒരു സ്കോർ നിങ്ങൾ നേടണം. അങ്ങനെ തന്നെ ശ്രദ്ധിച്ച് പഠിച്ചോണം. മാത്സ് ഒക്കെ പഠിക്കുക, അത്യാവശ്യം നല്ല ടൈമുണ്ട്. ആ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് തന്നെയായിരിക്കും നിങ്ങൾക്ക് മാർക്കാണ് ഈ 80 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. 1 മാർക്കാണ് നിങ്ങൾക്ക് പോസിറ്റീവ് മാർക്കിംഗ്, കറക്റ്റ് മാർക്കിംഗ് വരുന്നത്. 1/3 ആണ് നെഗറ്റീവ് കേട്ടോ. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 3 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ 1 മാർക്ക് പോകും. ആ ഒരു രീതിക്കാണ് നെഗറ്റീവ് വന്നിരിക്കുന്നത് കേട്ടോ. 3 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ 1 മാർക്ക് പോകുമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട. ഇത് കഴിഞ്ഞവർക്ക് എന്തുണ്ട്, അടുത്ത് CBT 2 മനസ്സിലാക്കണം. സബ്ജക്റ്റ് അപ്പോൾ ഇത്ര 3 ആണെന്ന് നിങ്ങൾ നന്നായിട്ട് തന്നെ മനസ്സിലാക്കണം. CBT 2 അതെന്താണ്, ഇവിടെ എന്താണ് ടൈം എത്രയാണ്, 90 മിനിറ്റ് തന്നെയാണ് കേട്ടോ. ടൈം 90 മിനിറ്റ്സ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് ടൈമുണ്ട്, ഈ 100 ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള ടൈമുണ്ട്. പക്ഷെ നിങ്ങളത് പ്രാക്ടിക്കലി ഇപ്പോഴേ മോക്കൊക്കെ ചെയ്ത് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്തെടുത്തോണം. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ടൈമിങ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി CBT 2ലും എന്ത് തന്നെയാണ്, സെയിം സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റുകൾക്കൊന്നും ഒരു മാറ്റമില്ല. മാത്സ്, റീസണിങ്, GK
മാത്സ്, റീസണിങ്, ജി കെ എന്ന് പറഞ്ഞാൽ GS എന്ന് പറയുന്നത് തന്നെയാണ്. അതിൽ 50 ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നുണ്ട്. നേരത്തെ എത്ര ഉണ്ടായിരുന്നുള്ളൂ? നമുക്ക് ഒരു 40 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ 50 ആവുകയാണ്. കുറച്ച് ക്വസ്റ്റ്യൻ്റെ എണ്ണം കൂടുകയാണ് കേട്ടോ. ടോട്ടൽ എത്രയായി? 120 ഇവിടെ 35 ഇവിടെയും 35 ആ ഒരു രീതിക്കാണ് വരുന്നത്. മാർക്കിംഗ് എങ്ങനെയാണ്? ×1 തന്നെയാണ്, നെഗറ്റീവ് 1/3 തന്നെയാണ് കേട്ടോ. 120 ക്വസ്റ്റ്യൻസിന് 120 മാർക്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ സിലബസ് കറക്റ്റ്ലി മനസ്സിലാക്കുക. ആദ്യം CBT 1 ക്ലിയർ ചെയ്യുക, അത് കഴിഞ്ഞ് CBT 2 എന്ത് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ് ലെവലിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. ഇനി എന്ത് ചെയ്യുക? സിലബസ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്സും കൂടെയാണ് അതിൽ നിന്ന് വരുന്നതെന്നും കൂടെ ക്ലിയർ ആയിട്ട് നോക്കി പോവുക കേട്ടോ. അപ്പോൾ മാത്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചു വരുന്ന കാര്യം തന്നെ. ഇനി നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നവരാണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയും ചാപ്റ്റേഴ്സ് മസ്റ്റായിട്ട് നിങ്ങൾ കവർ ചെയ്ത് പോവുക. നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്, അത് കഴിഞ്ഞ് ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, ഈ അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, അതൊക്കെ വെച്ച് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് വരും. മിക്സഡ് ഫ്രാക്ഷൻ്റെയൊക്കെ സിംപ്ലിഫിക്കേഷൻസ് വരും. അതുകൊണ്ടാണ് ബേസ് ആയിട്ട് അത്രയും കാര്യം അറിയണമെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ മെയിൻ എപ്പോഴും എന്താണ്, അരിത്തമെറ്റിക് പോർഷൻ എന്ന് പറയുന്ന സംഭവം തുടങ്ങുന്ന എവിടെയാണടാ? LCM HCF തൊട്ടാണ് തുടങ്ങി വരുന്നത്. LCM HCF മസ്റ്റായിട്ട് പഠിക്കണം. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ വെച്ച് പല രീതിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ആവറേജിൽ പോലും റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് കയറി വരാറുണ്ട്. അപ്പം ഏതൊരു രീതിക്ക് നിങ്ങൾക്ക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനും അതുപോലെ തന്നെ പെർസെൻറ്റേജും ഭയങ്കരമായിട്ട്, ഇനിയുള്ള ഏതൊരു ചാപ്റ്റർ എടുത്താലും ഈ ഒരു 3 കോൺസെപ്റ്റും എന്ത് ചെയ്യണം, നമ്മൾ ക്ലിയർ കട്ടായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ഓരോ ചാപ്റ്ററും ഓരോ ബേസ് തൊട്ടേ സ്റ്റാർട്ട് ചെയ്ത് വരാനായിട്ട് ശ്രമിക്കണം. ഇനി അടുത്ത ടൈം ആൻഡ് വർക്ക് മസ്റ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ നമ്മുടെ ഡിസ്റ്റൻസ്, സ്പീഡ് ആൻഡ് ടൈം എന്ന് പറയുന്ന ഈ 3 കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ്, ഈ 3 വാല്യൂസിനെയും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് പല രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അത് ചെയ്യാനായിട്ടുള്ള കാൽക്കുലേഷൻസ്, അതിൻ്റെ മെത്തേഡ്സുമാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിലാണ് ഏതൊക്കെ വരുന്നത്? ട്രെയിൻ, അതുപോലെ തന്നെ ബോട്ട് ആൻഡ് സ്ട്രീമിൻ്റെയും ക്വസ്റ്റ്യൻസ്. ട്രെയിനിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. ഒരു മാനിനെ കടന്നുപോയി, ഒരു പോളിനെ കടന്നുപോയി, 2 ട്രെയിൻസ് തമ്മിൽ കൂട്ടിമുട്ടി, ഇതെല്ലാം വരുന്ന ഏതിലാണ്? ഈ പറയുന്ന ഇതിലാണ്. അതുപോലെ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ സർക്കുലർ ട്രാക്ക് ഉണ്ട്, റേസ് ഉണ്ട്, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു പോകാൻ ശ്രമിക്കുക. പല മെത്തേഡ്സിൽ പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾ ചെയ്തു പോകാൻ ശ്രമിക്കുക. ഇനി പിന്നെ എന്തുണ്ട്? സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇത്രയും ടോപ്പിക്സ് മസ്റ്റായിട്ട് അരിത്തമെറ്റിക്കിൽ നിന്ന് വരുന്നതാണ്. അതെന്തായാലും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. സിമ്പിൾ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അറിയാലോ. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ചോദിക്കും, ഒരു കോസ്റ്റ് പ്രൈസ് എത്രയെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഇത്ര ശതമാനത്തിന് വിറ്റു, അല്ലെങ്കിൽ ഇത്ര ശതമാനം ലാഭം ഉണ്ടാക്കി എങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ കോസ്റ്റ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല രീതിക്കുള്ള മെത്തേഡിൽ ചോദിക്കാറുണ്ട്. അതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡിസോണസ്റ്റ് സെല്ലറിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഈ വെയിറ്റിനെ മാറ്റി കൊടുക്കുക, ആ ഒരു രീതിക്കൊക്കെ പല രീതിക്കുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഓൾജിബ്ര, ഇതെല്ലാം എന്താണ്? നമ്മുടെ എന്താണ്, അഡ്വാൻസ് പോർഷനാണ് ഓൾജിബ്ര. അതുപോലെ മെൻസുറേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. മെൻസുറേഷൻ എന്താണ്? മറ്റേ വോളിയം ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിക്കാറില്ലേ? സിലിണ്ടറിൻ്റെ വോളിയം, കോണിൻ്റെ വോളിയം, പിന്നെ അതുപോലെ റെക്റ്റാങ്കുലറിൻ്റെ വോളിയം, പിരമിഡിൻ്റെ വോളിയം, പ്രിസത്തിൻ്റെ വോളിയം, ഇതെല്ലാം കണ്ടുപിടിക്കുന്ന സാധനമാണ് മെൻസുറേഷനിൽ വരുന്നത്. അതെല്ലാം അഡ്വാൻസ് പോർഷനാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഗ്രാഫൊക്കെ വരച്ചിട്ട് വരാറില്ലേ? പൈ ചാർട്ട് തന്നിട്ട് എത്രയാണെന്ന് പറഞ്ഞൊക്കെ ഡേറ്റ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ ചോദിക്കില്ല. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ പറയുന്നത് കേട്ടോ. പിന്നെ ജോമെട്രിയും ട്രിഗണോമെട്രിയും മസ്റ്റാണ്. അറിയാലോ, ജോമെട്രി ഫിഗറൊക്കെ തന്നിട്ട്, അല്ലെങ്കിൽ AB ഇത്രയാണെങ്കിൽ BC എത്രയെന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇത്ര ആംഗിൾ ആണെങ്കിൽ മറ്റേ സൈഡിൻ്റെ ആംഗിൾ എത്ര, ആ ഒരു സംഭവമൊക്കെ വരുന്നത് ജോമെട്രിയിലാണ്. ട്രിഗണോമെട്രി അറിയാം, കോസ്, സൈന്, ടാന്, അതൊക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന സാധനം. പിന്നെ ഓൾജിബ്ര ഇക്വേഷൻസിൻ്റെ ഒരു കളി തന്നെയാണ്. ഇതെല്ലാം നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈമിനുള്ളിൽ തീർക്കാൻ പറ്റും. അപ്പോൾ അത്രയും കാര്യം എന്ത് ചെയ്യുക, മാത്സിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത റീസണിങ്ങിൻ്റെ കാര്യമാണ്. റീസണിങ് എങ്ങനെയാണ്? അനലോഗീസ് ഉണ്ട്. റീസണിങ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ടൈമിൻ്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്ത എന്തുണ്ട്? സില്ലോജിസം. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് സില്ലോജിസം. ബ്ലഡ് റിലേഷൻഷിപ്പ് നോക്കണം. പിന്നെ എന്താണ്? മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ വരാറുണ്ട്. ഈ സയൻസിനെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ. ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് ബോർഡ് മാസ് റൂളിൽ നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാനുള്ള കാര്യമാണ് മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ. കോഡിങ്
ആൻഡ് ഡീകോഡിങ്. പല രീതിക്ക് നിങ്ങൾ ആൽഫബറ്റിക് സീരീസ് കാണും, നമ്പർ സീരീസ് കാണും, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചും ഒക്കെ തരും. അതെല്ലാം എന്ത് ചെയ്യുക, ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്ത് മനസ്സിലാക്കി എടുക്കുക. അതാണ് പറയുന്നത് കേട്ടോ. റീസണിങ് ആണ്, നമുക്ക് നോർമലി ചിന്തിച്ചെടുക്കാൻ പറ്റും. സീരീസ് ഒക്കെ കുറച്ച് പാടായിരിക്കും, പക്ഷെ നിങ്ങൾ കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെ ഏതൊക്കെ മെത്തേഡിൽ നിങ്ങളുടെ നമ്പർ വരുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അത് ബൈ പ്രാക്ടീസ് മാത്രമേ നിങ്ങൾക്ക് റീസണിങ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുപോലെ പസിൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, വെൻ ഡയഗ്രം, ജംബ്ലിങ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ. റെയിൽവേയുടെ ആയതുകൊണ്ട് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ട കാര്യമാണ്. സ്റ്റേറ്റ്മെന്റ്, കോഴ്സ്, ഡിസിഷൻ മേക്കിംഗ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കേട്ടോ. അതൊക്കെയാണ് അവിടെ വരാനുള്ളത്. പിന്നെ ഫിഗർ സീരീസ് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും, അതെല്ലാം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത് ജി കെയുടെ കാര്യം. ജി കെ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഏറ്റവും മാർക്ക് കുറയാൻ ചാൻസ് ഉള്ള സ്ഥലം അല്ലേ. അപ്പം അത് പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, അവർ തന്നെ കുറേ സിലബസ് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിലബസ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് കറണ്ട് ഇവൻറ്റ്സ് അല്ലെങ്കിൽ കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. കറണ്ട് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കറണ്ട് അഫേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. കറണ്ട് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് അഫേഴ്സ്. കറണ്ട് അഫേഴ്സ് എങ്ങനെയുണ്ട്, നാഷണൽ ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് ഇന്റർനാഷണൽ ലെവലിലും ഉണ്ട്. നമ്മളെ ഇന്ത്യ എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ ഇന്റർനാഷണൽ ലെവലിൽ എങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മേജർ ഹെഡ്ലൈൻ ആയിട്ടൊക്കെ നിൽക്കത്തില്ലേ, ആ കാര്യങ്ങൾ പഠിക്കണം. നാഷണൽ ലെവലിലെ ഇമ്പോർട്ടൻസും പഠിക്കണം. ഈ സ്പേസ് റിസർച്ച് പോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും നോക്കി വെക്കേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ എന്താണ് ഗെയിംസ് ആൻഡ് സ്പോർട്സ്. സ്പോർട്സ് ഏതെങ്കിലും ഇവൻറ്റ്സ് നമ്മൾ ഇന്റർനാഷണലി നമ്മുടെ ഏതെങ്കിലും പ്ലെയേഴ്സിന് വിൻ ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഇന്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇന്ത്യയുടെ ഏതെങ്കിലും കണ്ടസ്റ്റൻസ് ആയിട്ടുണ്ട് എന്നുള്ള രീതിക്കൊക്കെയാണ് നമ്മൾ എന്ത് പറയേണ്ടത്, ഗെയിംസ് ആൻഡ് സ്പോർട്സ് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. സ്പോർട്സും ഇതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ജനറലി ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. ഡെയിലി അപ്ഡേഷൻ നടക്കേണ്ടതാണ്. നമ്മൾ ഈ പറയുന്ന കറണ്ട് ഇപ്പം ജി കെ ചോദിച്ചാലും അവരെപ്പോഴും എങ്ങനെയാണ് ചോദിക്കുന്നത്, 2022 തൊട്ടുള്ള ജനറൽ അവയർനെസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ എന്താണ് ആർട്ട് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ. നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡാൻസ് സ്റ്റൈല്, ഫെസ്റ്റിവൽസ്, അതുപോലെ തന്നെ ഫെയേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ കൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ ഒരു രീതിക്കുള്ള സംഭവങ്ങളാണ് പഠിക്കേണ്ടത്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതൊക്കെ. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്സ് ഒക്കെ എഴുതുന്നത്, ഏതെങ്കിലും ബുക്സ് പ്രധാനമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പഠിക്കുക. പിന്നെ ഈ മോണുമെന്റ്സ് ആൻഡ് പ്ലേസസ് ഓഫ് ഇന്ത്യ, അത് ഇന്ത്യൻ നമ്മുടെ പ്രധാനപ്പെട്ട പ്ലേസസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. മോണുമെന്റ്സ്, എന്തെങ്കിലും മോണുമെന്റ് നിങ്ങൾക്ക് അറിയാലോ, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ എത്രയോ മോണുമെന്റ്സ് അംഗമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം പഠിച്ചു വെക്കുക. പിന്നെ വരുന്നത് കണ്ടോ, ജനറൽ സയൻസ്, ലൈഫ് സയൻസ് അപ് ടു 10th CBSE എന്നാണ് പറയുന്നത്. CBSE 10th. അതുകൊണ്ട് സ്റ്റേറ്റിലൊക്കെ പഠിച്ചവരാണെങ്കിൽ +2 വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പഠിച്ചു വെക്കുക കേട്ടോ. ആ ഒരു കാര്യം പഠിച്ചു വെക്കുക. ജനറൽ സയൻസ് ഒരു വാസ്റ്റ് ആയിട്ട് ഉള്ള ഒരു കാര്യമാണെങ്കിൽ ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എന്താണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. പിന്നെ അറിയേണ്ടത് ഹിസ്റ്ററി ഉണ്ടായിരിക്കും. പിന്നെ എന്തുണ്ടായിരിക്കും, എക്കണോമിക്സ്, ജോഗ്രഫിയും കാണും. ജോഗ്രഫി ഉണ്ടായിരിക്കും, പൊളിറ്റിക്സ് ഉണ്ടായിരിക്കും, അത്രയും കാര്യം. അപ്പം നമ്മളിപ്പോൾ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്. ഈ 4 സബ്ജക്റ്റും ഒരിക്കലും വിട്ടുപോകാണ്ട് ഒരു 3-4 മാർക്കിന് വരും എന്നുള്ള ഉറപ്പിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത് സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രാം. പുതിയ എന്തെങ്കിലും ഈ ISRO എന്തെങ്കിലും പുതിയ പ്രോഗ്രാം കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും IITയോ NIT പോലെയുള്ള പ്രോജക്ട്സുകൾ പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യമൊക്കെ മസ്റ്റായിട്ട് പഠിക്കുക. ഇനി അടുത്ത് എന്താണ്, UN വേൾഡ് ഓർഗനൈസേഷൻ, ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, UNICEF, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അവരെന്തെങ്കിലും പുതിയ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയണം. പിന്നെ നമ്മുടെ ഇന്ത്യ ഏതെങ്കിലും ഒരു UN സംഘടനയിൽ എന്തെങ്കിലും അംഗമായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യുക, അറിയണം. പിന്നെ ഇവരുടെ ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു കൗൺസിൽ മീറ്റപ്സ് ഉണ്ടല്ലോ, ഈ ബ്രിക്സ് സമ്മിറ്റ് പോലെയുള്ള, ഏഷ്യൻ സമ്മിറ്റ് പോലെയുള്ള ഇങ്ങനത്തെയൊക്കെ സമ്മിറ്റ്സും നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ അറിഞ്ഞു വെക്കണം കേട്ടോ. അതുപോലെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, എന്തെങ്കിലും പുതിയ ഇഷ്യൂസ് എന്തെങ്കിലും, നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് എന്തെങ്കിലും, അതുപോലെ ഈ എന്താ ഈ ഓരോ ഡേയ്സ് ഉണ്ടല്ലോ, വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ഉണ്ട്, വേൾഡ് ഫോറസ്റ്റ് ഡേ ഉണ്ട്, വേൾഡ് വാട്ടർ ഡേ ഉണ്ട്. ഇതിൻ്റെയൊക്കെ തീംസുകൾ പഠിക്കണം. ഇതിൻ്റെയൊക്കെ ഈ പ്രസൻറ്റിൽ നിൽക്കുന്ന എന്തെങ്കിലും റിലവൻറ്റ് ഫാക്റ്റ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം കേട്ടോ. ആ ഒരു കാര്യമാണ് പറയുന്നത്. എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ മാക്സിമം അറിഞ്ഞിരിക്കണമെന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഇനി അടുത്ത് കമ്പ്യൂട്ടറിൻ്റെ ബേസിസും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. കമ്പ്യൂട്ടറിൻ്റെ കുറച്ച് ഫീൽഡും കൂടെ നിങ്ങളതിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. കമ്പ്യൂട്ടറിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഒക്കെ ചോദിക്കാറുണ്ട്. പിന്നെ കോമൺ അബ്രിവേഷൻ
അബ്രിവേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഓരോ ഇപ്പം ഓരോന്നിനും ഓരോ ഫുൾ ഫോംസ് കാണുമല്ലോ. ആ ഫുൾ ഫോംസ് എന്ത് ചെയ്യുക, പഠിക്കുക. മെയിനായിട്ട് നിൽക്കുന്ന കുറച്ച് അബ്രിവേഷൻസ് അങ്ങനെ എടുത്ത് ചോദിക്കില്ല. ഈ സ്കീമിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും അവർ ചോദിക്കുന്നത്. ആ ഒരു രീതിക്കൊക്കെ പഠിക്കുക. ഇന്ത്യൻ എക്കണോമി അറിയുക. ഫേമസ് പേഴ്സണാലിറ്റി ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്. പിന്നെ റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഫേമസ് പേഴ്സണാലിറ്റി, അതിപ്പം അവർ റീസെൻ്റ്ലി മരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും അവാർഡ് കിട്ടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ജനറൽ ന്യൂസ് പേപ്പർ റീഡിങ് നിങ്ങൾ മസ്റ്റായിട്ടും കൊണ്ടുപോകണമെന്ന് പറയുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കത്തുള്ളൂ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ എന്താണ് ഇമ്പോർട്ടൻറ്റ് ഗവൺമെൻറ് ആൻഡ് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസും നമ്മുടെ ഗവൺമെൻറ്റിലെ പുതിയ ഓർഗനൈസേഷൻസ് അവർ കൊണ്ടുവന്നിട്ടുള്ള ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള കുറേ സ്കീമുകൾ ഇതെല്ലാം എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒപ്പം തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇത്രയും കാര്യം അവിടെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എന്താണ് ഫിസിക്സ്, ഇത് ജനറൽ സയൻസ് പഠിക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും ഇത്രയും ഒരു ഏരിയ നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഫിസിക്സിൻ്റെ ടോപ്പിക് ആണെങ്കിൽ നിങ്ങൾ അറിയുന്നത് തന്നെയാണ്. വർക്ക് എനർജി പവർ, മോഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ, സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി, ഇലാസ്റ്റിസിറ്റി. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കി വെക്കുക. ഇത്രയും ടോപ്പിക്സ് ആണ് അതിൽ നിന്ന് മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കവർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആ രീതിക്ക് തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക കേട്ടോ. മാഗ്നറ്റിസം, കറണ്ട്, ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ പോർഷൻസ് മസ്റ്റായിട്ട് ചോദിക്കുന്നതാണ്. ആ ഒരു രീതിക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇലക്ട്രോണിക്സ്, ഇൻവെൻഷൻസ്, യൂണിറ്റ് കൺവേർഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഹീറ്റ്, വേവ്, സൗണ്ട് ഇതെല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് ശ്രമിക്കുക കേട്ടോ. ആ ടോപ്പിക്സ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഫിസിക്സിന്റെ ടോപ്പിക്സ് ആണ് ഇത്രയും വരുന്നത്, അത് പഠിക്കുക. കെമിസ്ട്രിയുടെ ടോപ്പിക്സും അതുപോലെ അറിഞ്ഞിരിക്കുക. കെമിസ്ട്രി ടോപ്പിക്സ് ആണ് കെമിക്കൽ ബോണ്ടിങ്, ഓക്സിഡേഷൻ, റിഡക്ഷൻ, ആസിഡ്, ബേസിസ് ആൻഡ് സാൾട്ട്, ഇലക്ട്രോളിസ്. അതുപോലെ തന്നെ റിയേജൻസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ്, റിയാക്ഷൻസ്, ഓർഗാനിക് കെമിസ്ട്രി അത്യാവശ്യം നമുക്ക് പഠിക്കാനുള്ള കാര്യമുണ്ട്. പക്ഷെ പഠിച്ചാൽ ഈസി ആയിട്ടുള്ള നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു റിലേറ്റഡ് കണ്ടന്റിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റും. അതിനുള്ള ബുക്സ് ഒക്കെ വാങ്ങിച്ചു വെച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ദിശയുടെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് വരുന്നതെന്ന് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത് ബയോളജി ആയാലും അങ്ങനെ തന്നെയാണ്. ബോട്ടണി അതുപോലെ തന്നെ സുവോളജി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യുക, ഒത്ത് മനസ്സിലാക്കി നിങ്ങൾ പോവുക. ഓക്കെ, ജനറ്റിക്സ് തൊട്ട് നമുക്ക് എന്താണ് ഫുള്ളുണ്ട്. പ്ലാന്റ് ഹോർമോൺസ്, പ്ലാന്റ് ഡിസീസസ്, എക്കോളജി, പൊല്യൂഷൻസ് പോലെയുള്ള എല്ലാ കാര്യങ്ങളും, പ്ലാന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാം ഉണ്ട്. അതുപോലെ ആനിമൽ സിസ്റ്റത്തിൻ്റെ എല്ലാം ഉണ്ട്. ഹ്യൂമൻ ബ്ലഡ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളുണ്ട്. ഹ്യൂമൻ ഡിസീസസ്, അതുപോലെ സിസ്റ്റം ഓഫ് ഹ്യൂമൻ ബോഡി, നമ്മുടെ എല്ലാ സിസ്റ്റം ഉണ്ടല്ലോ, സർക്കുലേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഒപ്പം പഠിച്ചു പോകേണ്ട കാര്യമുണ്ട്. കാരണം ഒരുപാട് MCQ ലെവൽ ക്വസ്റ്റ്യൻസ് ഇത് നമ്മുടെ സയൻസ് റീജിയനിൽ നിന്ന് ഒരുപാട് ചോദിക്കാനുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിച്ചു പോയാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഡൗട്ട് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ദിശയെ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. കാരണം ഒരു ബുക്കൊക്കെ വാങ്ങിച്ചു വെച്ച് കൃത്യമായി പഠിച്ചു പോകാൻ നല്ല ടൈം എടുക്കും. അപ്പോൾ നമ്മളാണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കണ്ടന്റും സെറ്റായിട്ടാണ് വച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ്. വിത്ത് മെന്റർ സപ്പോർട്ട് ആൻഡ് മെറ്റീരിയൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. കാരണം RRB NTPCക്ക് നിങ്ങൾക്ക് ഒരുപാട് ടൈം നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച് കയറാനുള്ള അവസരമാണ്. അപ്പോൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. ഒരു RRB NTPC ഓഫീസറാവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയുന്നതാണ്. അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.